കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. ഇന്നിപ്പോൾ നല്ല തിരക്കാണ്, ഞായറാഴ്ചയല്ലേ. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ നേരെ നമ്മൾ ഒരു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള അത്തിമര ഗണപതിയെ ഒന്ന് ദർശിച്ച് സർവ്വവിഘ്നങ്ങളും തീർത്തു തരാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ വരുമ്പോൾ തന്നെ ആ കൊടിമരം ഇങ്ങനെ കാണാം. കൊടിമരത്തിൻ്റെ മുന്നിലുള്ള ആ വലിയ ബലിക്കല്ല് കാണാം. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 ആനക്കൊമ്പുകൾ കാണാം. അതിൻ്റെ നടുക്കായിട്ട് ആ ലക്ഷ്മി ദേവീനെയും കണ്ട് തൊഴുത് നമ്മൾ വരുമ്പോൾ ഇടത്തെ സൈഡിലേക്ക്, ആ വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ നാരായണീയം വായിച്ച മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വലത് ഭാഗത്തുള്ള ഒരു കറുത്ത ആ തൂണ് കാണാം. ആദ്യം കാണുന്ന കല്ലിൻ്റെ തൂണ്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണാണ് കാണുന്നത്. അങ്ങനെ വന്നതിന് ശേഷം നേരെ നമ്മൾ സോപാനത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. സോപാനത്തിലേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ്. എന്തൊരു രസമാണെന്നറിയുമെന്ന് ശ്രീലകം നിറച്ചിങ്ങനെ നിൽക്കുക, വളരെ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ്. കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മഞ്ഞ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്. അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു നെക്ലസ് പോലത്തെ മാല, അങ്ങനെ 3 മാലകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് ത്രയംബകം വില്ലിങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഞാണിങ്ങനെ വലിച്ചു വിടുക. അതായത് ഇന്ന് സീതാസ്വയംവരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീരാമചന്ദ്രൻ. എന്തൊരു രസമാണെന്നറിയോ കാഴ്ചയ്ക്ക്. വളരെ മനസ്സിലായ നല്ല രസമായിട്ടുള്ള കൗതുകകരമായൊരു കാഴ്ച. ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ചുണ്ടേനി. നല്ല രസമായിട്ടാണ് ശ്രീരാമചന്ദ്ര സ്വാമീനെ ഇങ്ങനെ കാണുന്നത്. ആ വില്ലും ശരമൊക്കെ ഇങ്ങനെ നന്നായിട്ട് കാണും. ശരമല്ല, വില്ലും ഞാണിങ്ങനെ വലിച്ചു വിടുന്ന ആ ഒരു കാഴ്ചയാണ്. ത്രയംബകം വില്ലൊടിച്ചിട്ട് സീതാദേവീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന വരവാണ്. എന്തായാലും ഇന്ന് ശ്രീലകത്ത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ. എന്നുവെച്ചാൽ വളരെ അപൂർവമായിട്ടൊക്കെ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് അതൊക്കെ. അങ്ങനെ നോക്കി വരുമ്പോൾ അതേപോലെ ആ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് നല്ല രസമായിട്ടുണ്ട്. അതേപോലെ നല്ലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, അങ്ങനെ ഇതായി കാണാണ്ട്. പിന്നെ കാണുന്നത് ഇങ്ങനെ മുടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കാണാണ്ട്. പിന്നെ ആ ഒരു തിരുമുടിമാല മുകളിൽ വെച്ചിട്ടുണ്ട് 2 എണ്ണം. അത് തെച്ചിയും തുളസിയായിട്ടുള്ളത്. അതേപോലെ വലിയ ഒരു മാല അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതാ ശരിക്കും പറഞ്ഞാൽ വനമാല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. തെച്ചിയും തുളസിയും വെളുത്ത പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ മാലകളാണ്. നന്നായിട്ടുള്ളൊരു കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എങ്ങനെയായാലും കണ്ട അവിടെ തന്നെ നിൽക്കാൻ തോന്നും, അത്രയ്ക്ക് രസം. ശ്രീരാമചന്ദ്ര സ്വാമീനെ ഇങ്ങനെ കാണുമ്പോഴേ നല്ല പുഞ്ചിരിക്കുന്ന, എന്താ പറയുക, വളരെ സൗന്ദര്യവാനായ ഒരു രൂപത്തിലാണ്. വളരെ മനോഹരം. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ കാണുന്ന ശ്രീരാമചന്ദ്ര സ്വാമി ത്രയംബകം വില്ല് ഒടിക്കാൻ വേണ്ടി പൊക്കി ഇങ്ങനെ ഞാണ് വലിക്കുന്ന ആ ഒരു കാഴ്ച അങ്ങനെ നമ്മൾ കണ്ട് അവിടുന്ന് തൊഴുത് അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ആദ്യം കാണുന്ന ബലിക്കല്ല് നോക്കിയിട്ട്, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുതു. പിന്നീട് നേരെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുക. അതിനുശേഷം ആ ചുമരിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം, അത് കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ ഇങ്ങനെ നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. അവിടെയൊക്കെ തിരക്കുണ്ട് കേട്ടോ.
ഗണേശൻ്റെ അവിടേക്ക് വരുമ്പോൾ ഒന്ന് ചന്ദനക്കുറിയും ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെയാണ്, നല്ല രസമായിട്ടുണ്ട്. ആ ചന്ദന ചാർത്ത് ഇങ്ങനെ ആയി വരുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഒരു മഞ്ഞ പട്ടൊക്കെ ഉണ്ട്, അടുത്ത് വെച്ചിട്ട് ഒരു കദളിപ്പഴമുണ്ട്, പിന്നെ ധാരാളം അർച്ചന പൂക്കൾ കാണാനുണ്ട്. അപ്പോൾ നല്ല രസം. അപ്പോൾ നമുക്ക് ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ട് തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞിട്ട് കോർണറിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിനെ കണ്ട് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. പിന്നെ അങ്ങനെ വന്ന് വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അങ്ങനെ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അനന്തശായിയായ അനന്തപത്മനാഭനെ കാണുമ്പോൾ തന്നെ എന്താ രസം എന്നറിയാം. നിറയെ പൂക്കൾ, ചെണ്ടുമല്ലിമാലയും പിച്ചകമാലയും എല്ലാം കൊണ്ടും നിറയെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ട് അവിടെ നിന്ന് കണ്ട് തൊഴുത് നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അവിടുന്ന് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ മുരുകനെയൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് ചെറിയൊരു മാലയുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് അങ്ങനെ വരുമ്പോൾ ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ ആ കാളിയമർദ്ദന രൂപം വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. പിന്നെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. താമരക്കണ്ണനെ കണ്ട് തൊഴുത് ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ അവിടെ നിന്ന് നോക്കിയാൽ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണർ നോക്കി തൊഴുത് അങ്ങനെ നൃത്താറയിലേക്കൊക്കെ നോക്കിയിട്ട് ആ കിടാവിളക്ക് ഇരുന്നിങ്ങനെ കത്തിന് കാണാം. അപ്പോൾ അവിടെയൊക്കെ കണ്ണനുണ്ട് എന്ന് വെച്ചിട്ട് ഇങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ കുറുവിരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് അങ്ങനെ വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നതിന് ശേഷം നേരെ പ്രസാദ കൗണ്ടറിൽ ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ വന്ന് ഭഗവതിയുടെ അടുത്തേക്ക് എടത്തരികത്തുകാവ് ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയെ കാണാൻ ചെല്ലുമ്പം തിരക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നോക്കി വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അന്ന് ഗോളകിയാണ് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. ഒരു ചുവന്ന പട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല അലങ്കാരം എന്ന് പറയാനായിട്ടില്ല. അലങ്കാരം ഇനിയിപ്പോൾ ഉച്ചരിയും വഴിക്കാവുമായിരിക്കാം, ഇപ്പം ആയിട്ടില്ല. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പിന്നെ ആ കോർണറിലേക്ക് എത്തുമ്പോൾ അങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പ്രതീതിയാവും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കൊടിമരം നോക്കിയിട്ട് തൊഴുക. കൊടിമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്നുകൂടി ഭഗവാന്റെ തിരുനടയിലേക്ക് ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ ശ്രീരാമചന്ദ്രസ്വാമീനെ, ആ ത്രയംബകം വില്ലൊടിക്കാൻ നിൽക്കുന്ന ആ സ്വാമീനെ, ശ്രീരാമചന്ദ്രസ്വാമീനെ കണ്ട് തൊഴുക, ഒന്ന് നമസ്കരിക്കാം. അതിനുശേഷം അവിടുന്ന് നമ്മളിങ്ങനെ വന്ന് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് നേരെ വന്ന് അവിടെ ഒന്ന് നമസ്കരിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് ഇന്നലത്തെ കാര്യം പറയാനില്ലല്ലോ. ഇന്നലത്തെ എന്ത് രസമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയല്ലായിരുന്നു കണ്ടിരുന്നത്. ഇന്നലെ അവിടുത്തെ കാഴ്ച കണ്ടിട്ടും മതി വരുന്നില്ല എന്ന് പറഞ്ഞ മാതിരി ഉണ്ണിക്കണ്ണൻ നമുക്ക് ദർശനം തരാനായിട്ട് പുറത്ത് വന്നിട്ട്, അതായത് ചുറ്റമ്പലത്തിൽ വന്ന് ഇരിക്കുകയാണെന്ന് പറഞ്ഞില്ല അയ്യപ്പസ്വാമിയുടെ മടിയിൽ. ആ ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ ഇങ്ങനെ ആയി വരുന്നു. എന്താ പറയുക,
കിരീടമൊക്കെ വെച്ചിങ്ങനെ കുറേശ്ശെ ചന്ദനം കൊണ്ടിങ്ങനെ ആയി വരണേ ഉള്ളൂ. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിന് ശേഷം നമ്മൾ നേരെ വന്ന് ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ആ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ ഉള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അതിനുശേഷം വീണ്ടും നമ്മൾ അവിടെ നിന്ന് പടിഞ്ഞാറ നടയിൽ കൂടെ ആ കൊടിമരമൊക്കെ ഒന്ന് നോക്കി അത് ഗരുഡധ്വജനൊക്കെ കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമുക്ക് അങ്ങനെ പോവാം. അങ്ങനെ വന്ന് നമ്മൾ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപത്തെ ഒന്ന് കണ്ടു തൊഴാം. പിന്നീട് നമ്മളങ്ങനെ അനലക്ഷ്മി ഹാളിൻ്റെ അധീനം അങ്ങനെ വരുമ്പോൾ നാരായണാലയത്തിലേക്ക് കയറാം. അവിടെ കയറുമ്പോൾ ധാരാളം ഭക്തരിങ്ങനെ അവിടെ പ്രാർത്ഥന ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കാണാം. അതൊക്കെ ഒന്ന് കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയുടെ അവിടേക്ക് വരാം. അവിടെ നിന്ന് തൊഴാം. അങ്ങനെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങനെ തെക്കേ നടയിലുള്ള കൂവളമരത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവരുടെയും കൂടി അനുഗ്രഹം നമുക്കുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഇനി നമ്മളോട് എല്ലാവരോടും കൂടെയും പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സത്യരാജ് തിരുവോണം രോഗശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ദേവിക ചിത്തിര അവർക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും ഉയരത്തിലെത്താനും വേണ്ടിയിട്ടാണ്. പിന്നെ കൃഷ്ണൻ തമ്പി തൃക്കേട്ട സുഗതകുമാരി മകം അവർക്ക് സംശയരോഗം ഉണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ കുടുംബജീവിതം ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിഷ്ണു അനീഴം വൈഷ്ണവി അവിട്ടം ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീജയുടെ മോനും ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ആളുകൾക്കാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസമാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ചെറിയൊരു കഥ പറയാം. പിന്നെ എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. എന്നാലും ശ്രീരാമസ്വാമിക്ക് അവസാനം എന്താണ് സംഭവിച്ചതെന്നുള്ള അതിൻ്റെ ഒരു കാരണം പത്മപുരാണത്തിൽ പറയുന്നതാണ്. ഒരിക്കൽ ഒരു സന്യാസി വന്ന് രാമനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അപ്പോൾ രാമനും സന്യാസിയും കൂടിയും പോയിട്ട് ഒരു റൂമിൽ പോയിട്ട് കഥ കടച്ചു. അപ്പോൾ വരുമ്പോൾ സ്വന്തം സഹോദരനായ ലക്ഷ്മണനോട് പറഞ്ഞു, ഇനിയിപ്പോൾ മുറിയിലേക്ക് ആരെയും വിടരുത് എന്ന്. അങ്ങനെ സന്യാസിയുടെ വേഷം ധരിച്ചെത്തിയത് കാലമായിരുന്നു. രാമൻ്റെ ആഗമനോദ്ദേശം പൂർത്തിയായതും, അതായത് അവതാര ഉദ്ദേശം പൂർത്തിയായെന്നും ഇനി വിഷ്ണുവിൻ്റെ അവതാരമാണ് രാമനെന്നും വൈകുണ്ഠത്തിലേക്ക് തിരിച്ച് പോകാനായിട്ടുള്ള സമയമായി എന്നും ആണ് സന്യാസി എത്തിയ കാലം പറഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ദുർവാസാവ് മഹർഷി മുറിക്ക് പുറത്തെത്തിയിട്ട് രാമനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ എന്നാൽ ലക്ഷ്മണൻ ഇത് ആദ്യം അനുവദിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഏട്ടൻ പറഞ്ഞു അങ്ങോട്ട് ആരും വിടരുത്. കാര്യപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ആരും വിടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിടാൻ പാടില്ല. പക്ഷെ അത് പറഞ്ഞിട്ടൊന്നും ദുർവാസാവ് സമ്മതിക്കില്ല. ദുർവാസ പറഞ്ഞു എനിക്ക് പോകണം, പോയില്ലെങ്കിൽ ഞാൻ അപ്പം ശപിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും വേണ്ടില്ല, പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റില്ല, എന്നാൽ കൂടി പോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ശാപം വേണ്ട എന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ പോയി. അങ്ങനെ പിന്നെ ഒന്നും വർത്താനം പറയാതെ ലക്ഷ്മണസ്വാമി നേരെ സരയൂവിൽ പോയിട്ട് സ്വന്തം, അതായത് ജീവൻ അവിടെ ത്യാഗം ചെയ്യുകയാണ്, ജീവത്യാഗം ചെയ്യുക. കാരണം പിന്നെ ഏട്ടൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ വയ്യ, ഏട്ടൻ പറഞ്ഞ ആജ്ഞ ശിരസ വഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാത്ത ആൾ പിന്നെ മരിക്കല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ടാ. പക്ഷേ
കർമ്മം എന്താണെന്ന് വെച്ചാൽ കർമ്മം അവരിൽ അർപ്പിതമായ ആ ലക്ഷ്മണസ്വാമിയിൽ അർപ്പിതമായ കർമ്മം കഴിഞ്ഞു. അപ്പോൾ അതിനൊരു കാരണം വേണം. അതിന് വേണ്ടിയിട്ടാണ് ദുർവാസാവ് വന്നതും കോപിഷ്ഠനായ ആൾ ശപിക്കാൻ തയ്യാറായതൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫലം. അങ്ങനെ സരയുവിൽ പോയിട്ട് മുങ്ങിയപ്പോൾ സ്വന്തം അനന്തനായിട്ട്, അതായത് അനന്തനാണ് ലക്ഷ്മണസ്വാമി, ശ്രീരാമചന്ദ്രൻ, മഹാവിഷ്ണു, അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എവിടെയാണ് തൻ്റെ അനിയൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അനിയൻ ഇങ്ങനെ ജീവത്യാഗം ചെയ്തു എന്നറിഞ്ഞപ്പോൾ അതായത് ശ്രീരാമചന്ദ്രനും എന്നാൽ പിന്നെ തനിക്കും പോകാറായി എന്ന് പറഞ്ഞിട്ട് ആ സരയൂർ വന്നിട്ട് അങ്ങോട്ട് ജീവത്യാഗം ചെയ്യുന്ന പോലെ, അതായത് അങ്ങോട്ട് മുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കഥയുടെ പരിസമാപ്തി. അങ്ങനെ വിഷ്ണുവിൽ ലയിച്ചു എന്നാണ്. അപ്പോൾ വളരെ ഒരു എന്താ പറയുക, അത്യന്തികം രസാവകരമായ കഥയും, അതായത് എല്ലാം ഒരു മനുഷ്യായുസിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കഥയാണ് രാമായണം. അപ്പോൾ അങ്ങനത്തെ കഥയുടെ ഒരു പര്യവസായമാണ്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒക്കെ ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ നമ്മുടെ ഉച്ചപൂജാലങ്കാരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.